അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. നമ്മൾ ക്യാരക്ടർ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീരീസ് 100 ദിവസം നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു അനദർ 100 ദിവസം. അതിൽ പുതിയ ഒരു 100 ദിവസം നമ്മൾ ലൈഫ് ചേഞ്ചിങ് സീരീസ് പോലെ എനിക്കും പഠിക്കാൻ വേണ്ടിയും ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്കും ഷെയർ ചെയ്യലാണ് എൻ്റെ ഉദ്ദേശം. അതിൽ ഡേ 1 ആണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ സെയിം ഡെപ്ത് പോലെ ഒരു നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള നമ്മൾ ഇന്നെന്താണ് പഠിക്കുന്നത് അത് നിങ്ങൾ കൊടുത്ത് സംസാരിക്കുക. സംഭവം തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും, പക്ഷേ ഞാൻ കീപ് പ്രാക്ടീസിങ് ആണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന വ്യക്തി എന്ന നിലയിലും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. അത് തുടക്കം എന്നുള്ളതിൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. ഇന്ന് ഡേ 1 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജീവിതത്തിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, വൈ വെയർ വി ക്രിയേറ്റഡ് എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിലെ ഒരു അടിസ്ഥാന ചോദ്യം എന്ന നിലയിൽ ചോദിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, വാട്ട് ഈസ് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ് എന്ന് പലവരും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ജീവിതം എന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണോ, അതോ പണം സമ്പാദിക്കാൻ വേണ്ടിയാണോ, അതോ വീട്, വാഹനങ്ങൾ, ആഡംബരം, സ്റ്റാറ്റസ്, എന്താ പറയുക, ഇതൊക്കെ നമ്മളെ നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്യണ ആഡംബരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന്, അതിനൊക്കെ വേണ്ടി മാത്രമാണോ എന്നൊന്ന് ചിന്തിക്കുക. ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്, പക്ഷെ ലക്ഷ്യങ്ങളല്ല, ഒരു പർപ്പസ് അല്ല. ഖുർആൻ അല്ലാഹു തആല നമ്മോട് പറയുന്നുണ്ട്, ഞാൻ ജിന്നിനെയും മനുഷ്യനെയും എന്നെ ആരാധിക്കാനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളൊരു സംഭവം. അത് അത്രമേൽ ഒരു അർത്ഥവ്യക്തമായ ഖുർആനിൻ്റെ ഒരു വാക്യമാണ്. ഇവിടെ ആരാധന എന്ന് ഉദ്ദേശിച്ചത് നമസ്കാരം മാത്രമല്ല. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എത്രയോ അടുക്കും ചിട്ടയോടെയും പർപ്പസ്ഫുള്ളി ജീവിക്കേണ്ടത് നമ്മുടെ മാത്രം ലക്ഷ്യം മാത്രമല്ല, നമ്മുടെ അള്ളാഹു താലാക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ പെട്ട കാര്യം കൂടിയാണ്. അള്ളാഹു താല അങ്ങനെയുള്ളവരെയാണ് ഇഷ്ടപ്പെടും. നമ്മൾ ഇവിടെ ആരാധന എന്നുള്ളത് നിസ്കാരം, സക്കാത്ത് അങ്ങനത്തെ മാത്രമല്ല. നമ്മുടെ ലൈഫിൽ ഈച്ച് ആൻഡ് എവരി മിനിറ്റ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇബാദത്താക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ ഒരു ലൈഫ്. ജീവിതത്തിൽ മുഴുവൻ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുക എന്നതാണ് ഒരു ആരാധന എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രോഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ലോകം എല്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഈ ലോകത്തിലെല്ലാം കിട്ടണമെന്ന് ഈ ലോകം എല്ലാം എന്നും പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ജോലി ചെയ്യുക, കുടുംബത്തെ പരിപാലിക്കുക, സമൂഹത്തിൽ ജീവിക്കുക, പക്ഷേ ഹൃദയം അള്ളാഹുവിനോട് ബന്ധിപ്പിക്കുക. ഇതാണ് പഠിച്ചത്. അതാണ് വർക്ക് ലൈഫ് ബാലൻസ് ആയിട്ട് മുസ്ലിമുകൾ കാണേണ്ട സംഭവം. ആരാധന എന്ന വാക്ക് പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മൾ ചിന്തിച്ചാൽ മതി. പലവർക്കും ആരാധന എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത് നമസ്കാരം, നോമ്പ്, ദിക്ർ ഇവ മാത്രമാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ ഇവ മാത്രമല്ല. ഇസ്ലാമിക ആരാധന എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റൻഷൻ പ്ലസ് ആക്ഷൻ ആയിരിക്കണം. ഒരു ഉദ്ദേശവും വേണം, അതിന് ആക്ഷനും വേണം. എല്ലാ കാര്യത്തിനും ഇന്നമൽ ആമാല ബിനിയ്യത്ത് എന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യമാണ്. ഒരു ഉദ്ദേശം വേണം, അതിനൊരു നിയ്യത്ത് നമുക്ക് വേണം, അതിനുശേഷമുള്ള ആക്ഷൻ അത്രമേൽ പ്രാധാന്യമാണ്. അതിന് അർത്ഥം എന്നാൽ ജോലി ചെയ്യുമ്പോൾ നമുക്കതിൽ ഓരോ കാര്യത്തിൽ നമുക്കതിൽ കൊണ്ടുവരും. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ ഓരോ നിമിഷവും ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നീതി പാലിച്ച് ആരാധന നമ്മൾ കൊണ്ടുവരിക. അതേപോലെ കുടുംബത്തെ നോക്കുന്നത്, നമ്മൾ കുടുംബം ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഫാമിലിക്ക് കൊടുക്കേണ്ട പരിഗണന കാര്യങ്ങൾ, അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ചെയ്യുന്നത്, അതും ഒരു ആരാധനയാണ്. അത് കള്ളം പറയാതെ ജീവിക്കുന്നത്. നമ്മുടെ ഇസ്ലാമിലെ മൂല്യവ്യക്തമായ ഒരു കാര്യമാണ് കല പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും കള്ളം പറയാതിരിക്കുക എന്നാണ് നമ്മൾ ഇസ്ലാമിൽ മദ്രസകളിലും നമ്മൾ പഠിക്കുന്ന ലക്ഷ്യം. അതുപോലെ ശരീരം സംരക്ഷിക്കുക, അത് അത്രമേൽ പ്രാധാന്യമായ കാര്യമാണ്. നമ്മൾ ശരീരത്തിനെ നോവിക്കുന്നതും ഇസ്ലാമിന് വിരുദ്ധമായ ഒരു കാര്യമാണ്. ശരീരത്തിനെ നമ്മൾ വേദനിപ്പിക്കുന്നത്, ശരീരത്തിൻ്റെ ഹാനികരമായ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ
ഇസ്ലാമിൽ ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം എന്താ? ഹലാലും തൊയ്യിബായ നമുക്ക് ശരീരത്തിന് അനുവദനീയമായ, ശരീരത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം അത്രമേൽ പ്രാധാന്യമായ കാര്യമാണ്. പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്പിരിച്വാലിറ്റീനെ ലൈഫിൽ നിന്ന് വേർപെടുത്തിയിട്ടുമില്ല. ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. നമ്മൾ അത് എവിടെയാണ് വഴി തെറ്റിയത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. പലർക്കും ഇന്ന് ബിസി ലൈഫുണ്ട്, സക്സസ്ഫുൾ ഉണ്ട്, പ്ലാൻസ് ഉണ്ട്, പക്ഷേ ഡയറക്ഷൻ ഇല്ല എന്നുള്ളൊരു സംഭവം. ഡയറക്ഷൻ ഇല്ലാതെ ബിസി ലൈഫ് ഒരിക്കലും ബേൺ ഔട്ടിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജീവിതം അരാജകത്വം അല്ലെങ്കിൽ ക്വാട്ടിക് ആകില്ല എന്നുള്ളൊരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ജനുവരി 1 ആകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഓരോ മാറ്റത്തിനും, ഓരോ റെസൊല്യൂഷനും, ഓരോ പുതിയ കാര്യങ്ങൾക്കും തുടക്കമിടുന്നത്. പക്ഷെ അത് ഏറ്റവും മനോഹരം നമ്മൾ ഇന്ന് ഒരു നിയ്യത്തെടുക്കുകയാണ്. നമ്മൾ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് നമ്മൾ നിയ്യത്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള സ്മോൾ സ്റ്റെപ്സ് എടുത്തു തുടങ്ങുക. അതാണ് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഓരോ ചെറിയ സ്റ്റെപ്പ് ഇന്ന് തന്നെ തുടങ്ങുക, എന്നിട്ട് അത് കൺസിസ്റ്റൻ്റ് ആക്കുക. പലവരും ജനുവരി 1 തുടങ്ങുന്നത് കൺസിസ്റ്റൻസി, ഞാൻ ഉൾപ്പെടെ പലവരും നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഇന്നത്തെ ആൾക്കാർ പലവരും എടുക്കുന്നതാണ് ജനുവരി 1 പുതിയ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളുടെ മാറ്റങ്ങൾക്ക് വേണ്ടി. പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസംബർ 31 വരെ ആ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പലവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 21 ദിവസം പോലും കംപ്ലീറ്റ് ചെയ്യാൻ പലവരും ബുദ്ധിമുട്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള വളരെ സിമ്പിളായ മെത്തേഡ്, ഒരു ചോദ്യം ചോദിക്കുക, എൻ്റെ ജീവിതം ആരെ സന്തോഷിപ്പിക്കാനാണ് എന്നുള്ളൊരു സംഭവം. അതേപോലെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പർപ്പസ് ഇല്ലാത്ത ജീവിതം എന്ത് ചെയ്യുന്നു എന്ന്. പർപ്പസ് ഇല്ലെങ്കിൽ സക്സസ്ഫുൾ വന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമുക്ക് എന്ത് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും, നമുക്ക് എന്ത് ഗിഫ്റ്റ്, എന്ത് സംഭവം നമുക്ക് അനുഗ്രഹമായി കിട്ടിയാലും അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത സംഭവം ഇട്ട് നമുക്ക് തോന്നും. അതേപോലെ എന്നിട്ടാ പൈസ നമുക്ക് എത്രത്തോളം കിട്ടിയാലും അത് നമുക്ക് ഇനിയും കിട്ടണം എന്നുള്ളൊരു സംഭവവും, അതുകൊണ്ട് പീസ്ഫുൾ, നമുക്കൊരു സമാധാനം ഉണ്ടാകില്ലാത്ത അവസ്ഥയും, അതേപോലെ ബിസി ആയിരിക്കുമ്പോൾ ആയിരിക്കില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഇന്ന് കാണുന്ന ഒരു റിയാലിറ്റി തന്നെയാണ്. പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് വെൽത്തുള്ളവരുണ്ടായിരുന്നു, പക്ഷേ പീസ് ഇല്ലാത്തവരായിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെൽത്ത് ഡിസ്ട്രോയ് ചെയ്തിട്ടില്ല, ഡയറക്ഷൻ, അതിനൊരു പെർഫെക്റ്റ് ഡയറക്ഷൻ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മളത് പ്രയത്നിക്കുക. ജോലി എന്നുള്ള, നമ്മളിപ്പോൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുന്നത് ഒരു ആരാധനയാണ്. അള്ളാഹു താല പറഞ്ഞ മാർഗത്തിലാക്കാൻ കാര്യങ്ങളൊക്കെ. പിന്നെ ബന്ധുക്കളോട് ഉത്തരവാദിത്തമായി പെരുമാറുക എന്നതോട്, അതേപോലെ സമയം അമാനത്തായി കരുതുക. ഓരോ നിമിഷവും നമ്മൾ സമയം വേസ്റ്റ് ചെയ്യുന്നത് ഇസ്ലാമിൽ അനാവശ്യ കാര്യങ്ങൾക്ക് വേസ്റ്റ് ചെയ്യുന്നത് ഇസ്ലാമിൽ അനുവദനീയമല്ലാത്ത കാര്യമാണ്. നമ്മളത് പലവരും അത് മണിക്കൂറോളം സമയം വേസ്റ്റ് ചെയ്യുന്ന നമ്മൾ പോവുക. അതേപോലെ അതൊക്കെ നമ്മളതായിട്ട് കാണാൻ തുടങ്ങുക. ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യം ക്ലിയർ ആക്കുക. നമ്മൾ ഇന്ന് തന്നെ എന്താണ് നമ്മുടെ ലക്ഷ്യം, നമുക്ക് എന്താണ് നമ്മുടെ ലൈഫ് ഒരു പീസ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഒരു ലക്ഷ്യം ക്ലിയർ ആകുമ്പോൾ അതിൻ്റെ ഡിസിഷൻ മേക്കിങ് എളുപ്പമാകും. സ്ട്രെസ്സ്, നമ്മുടെ ടെൻഷൻ കുറയ്ക്കും. ലൈഫിനൊരു അർത്ഥവ്യക്തമായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരു മീനിങ് ഫുൾ ലൈഫ് ആകും. അത് പ്രൊഫറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ വെൽത്തിലേക്കല്ല പർപ്പസിലേക്കാണ് നയിച്ചത്. അത് നമ്മൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തെ നന്നാക്കാനാണ് ശ്രമിച്ചത്. അതൊരു വെൽത്ത് ഉണ്ടാക്കൽ മാത്രമല്ല നമ്മൾ ഇതാക്കേണ്ടത്. ഇന്ന് പലവരും എങ്ങനെ പണം ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു ചിന്ത പല യൂത്തിനും ഉണ്ട്. അപ്പോൾ നമ്മൾക്കത് ശരിക്കും പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു ഹലാലുമായിരിക്കണം, ഒരു പർപ്പസ്ഫുള്ളായിരിക്കണം ജീവിതം. അത് നമ്മൾ പ്രാക്ടീസ്, എക്സസൈസ് നമ്മൾ ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് നമ്മളൊരു മാറ്റത്തിന് നമ്മൾ തിരുത്തി കുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒറ്റയ്ക്ക് ഇരിക്കുക. അത് ഫോണില്ലാതെ, നോയ്സ് ഇല്ലാതെ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക. ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്?
അതേപോലെ ഉത്തരം എന്തായാലും നമ്മൾ ഇന്ന് മാറണമെന്ന് ചിന്തിച്ചാൽ നാളെ നമുക്ക് അതിനൊരു മാറ്റത്തിൻ്റെ എന്നിട്ടാ അതിൻ്റെ ഗുണങ്ങൾ നാളെ കിട്ടണമെന്നില്ല. പക്ഷെ അത് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടാവാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു ലൈഫ് ജീവിതം നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു ലൈഫിനെ ഒരു സ്ട്രക്ചറാക്കി ഒരു സ്റ്റാക്ക് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത്രമേൽ ഭംഗിയുണ്ടാവും. നമുക്ക് ആ ഭംഗിയും ആ സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നത് ഇമ്മീഡിയറ്റ്ലി കിട്ടില്ല. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്തായാലും, ഇൻസ്റ്റൻറ്റ് ഡോപ്പമിൻ ഹിറ്റ് എന്തായാലും ഈ സംഭവത്തിന് ഉണ്ടാവില്ല. നമ്മുടെ മുറിവേൽപ്പിച്ച് നമ്മളെ നന്നാക്കി കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഉള്ള കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിലാവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക ചെയ്യുക നമ്മുടെ ലൈഫിനോട്. ഉത്തരം ഇമ്മീഡിയറ്റ്ലി വേണ്ട, നമുക്ക് പതുക്കെ കിട്ടുള്ളൂ. ഹോണസ്റ്റ്ലി റിഫ്ലക്ഷൻ പതുക്കെ മതിയെ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുക, ഇത് എൻ്റെ ലോങ് ടൈം വിഷനാണ്, ഇപ്പം എനിക്ക് ഇതിൻ്റെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുകയില്ല. പക്ഷെ ലോങ് ടൈമിൽ എനിക്കിത് അത്രമേൽ ബെനിഫിറ്റ് ആവുകയും ലോങ് ടൈമിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ബാലൻസ് കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു സംഭവം ചിന്തിക്കുക. അത് ഇതാകാം. ഡേ 1 നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് പറയാൻ നമ്മൾ ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മുടെ 100 ദിവസത്തെ യാത്രയുടെ അടിസ്ഥാനം കാര്യങ്ങൾ. അതേപോലെ ഇത് അവസാനിക്കുന്ന ഒരു ദിവസമല്ല ഇന്ന്. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതും. മുന്നോട്ട് നമുക്ക് ഒരുമിച്ച് നടക്കാം. ഞാനും പഠിക്കുകയാണ്, നിങ്ങൾക്കും അതിൻ്റെ കൂടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരികയാണ്. നിങ്ങൾക്കുള്ള അറിവുകളും അല്ലെങ്കിൽ എൻ്റെ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി തരിക. അത് നല്ല നന്മയുള്ളതാണെന്നുണ്ടെങ്കിൽ സാധാരണമായിട്ട് അല്ലെങ്കിൽ വെൽക്കം ചെയ്യുകയാണ് ആ പൊട്ടൻഷ്യലായ കമൻസുകൾ. അപ്പോൾ ഈക്വലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ നോളജും എല്ലാം ഷെയർ ചെയ്ത് നമുക്ക് ജീവിതത്തിൽ ഒരു പർപ്പസ്ഫുൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഈ ഒരു ഡയറക്ഷൻ പാത്വേ നമ്മൾ സക്സസ്ഫുള്ളിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മൾ ആത്മപരിതമായിട്ട് പരിശ്രമിക്കുക. ഇതിൽ ബ്രേക്ക് ആവാതെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അള്ളാ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്കും ഷെയർ ചെയ്യുകയാണ്. നിങ്ങളിത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ അവർക്കും ഗുണമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അറിവുകളും എനിക്കും ഷെയർ ചെയ്യുക ഇൻഷാ അള്ളാ. അപ്പോൾ ജസാക്കല്ലാഹ് ഖൈർ. നാളെ നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം ഇൻഷാ അള്ളാ. ദുആ വസിയത്തോടെ വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.